ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ചിങ്കം സാറേ, ഹലോ. പത്ലു, മോട്ടു എവിടെയാണ്? ചിങ്കം സാറേ, മോട്ടു ഇവിടെ ഇല്ല. അവൻ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. പത്ലു, ജോൺ ബാങ്ക് കൊള്ളയടിച്ചിപ്പോ ആ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്ന. അവനെ കണ്ട അപ്പൊ തന്നെ കൈയോടെ പിടിക്കണം. ഞാൻ അവിടെ വന്ന് അവനെ അറസ്റ്റ് ചെയ്തോളാം. ജോൺ, ഐഡിയ. ചായക്കാരൻ ചേട്ടാ, പെട്ടെന്ന് കുറച്ച് സമൂസ താ. അല്ല, ഈ പത്തിലും അടുത്ത് നിന്ന് എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്? എനിക്ക് എന്തായാലും എടുത്തു നോക്കാം. ഹലോ മോട്ടു, ദേ അങ്ങോട്ട് നോക്ക്. വേനിന്റെ മുകളിൽ സമൂസ. എന്ത്? വാനിൽ സമൂസയോ? പൊളിച്ചേ. ആ, നല്ല മണം. ആ മോട്ടുണ്ടല്ലോ, ദേ പറന്നിട്ട് വരികയാ. ഈ മോട്ടു എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രശ്നം കൊണ്ടാ വരുന്നത്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ആ മോട്ടുവിനെ ചെന്ന് പിടിച്ചുകൊണ്ട് വരാൻ നോക്ക്. അത് മുകളിൽ ചെന്ന് ചെല. ബോസ് ബോസ്, മോട്ടുണ്ടല്ലോ പുറത്തിരുന്ന് സമോസ തിന്നോണ്ടിരിക്കുക. ഏയ് പത്ലു, എവിടെ പോയി കള്ളൻ ജോൺ? അവിടെ വണ്ടികാറ്, ഇന്ന് ഒരുത്തനും ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്റെ മോട്ടു, നീ ആ സമൂസ മാത്രമേ കഴിക്കുള്ളൂ. ആ ജോണിനെ കൂടി ഒന്ന് പിടിക്കാൻ നോക്ക്. ബാങ്ക് കൊള്ളയടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. എന്ത്? അവനെ ഇപ്പൊ തന്നെ ഞാൻ പിടിച്ചു തരാം. ഓ, ജോൺ. Hey, hands up! ഇനി ജോൺ എങ്ങനെയാ ഡോൺ ആവുന്നത്? ഞാൻ ഇനി ഈ നഗരത്തിൽ നിൽക്കില്ല. ഇവിടെ നിന്നാൽ എനിക്ക് ഡോൺ ആകാൻ കഴിയില്ല. ജോൺ ദി ഡോൺ നാണയിട്ട് പറയുകയാണ്. മോട്ടു പത്ലുവിനെ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരുടെയും മുഖം കറുപ്പാക്കുന്നത് വരെ ഞാൻ ഇനി ടേറിൽ ഇരിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. കൊള്ളാം ബോസ്, കൊള്ളാം. മിണ്ടായിരടാ. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് ഞാനിപ്പോ പറയാം. ചായക്കടക്കാരാ, ഞങ്ങളുടെ ഗുരുവിന് ചായയും പലഹാരവും എടുക്കൂ. മകനെ, അടുത്ത വർഷം നീ പങ്കെടുക്കുന്ന എല്ലാ ഫൈറ്റിലും നിനക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അല്ലയോ ഗുരുജി, അങ്ങക്ക് ഇതെങ്ങനെ മനസ്സിലായി? പറയൂ. ഇന്ന് ഞാൻ ബോക്സിംഗ് ഡ്രസ്സും ഇട്ടിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? നാം എല്ലാം അറിയുന്നു. നിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കെല്ലാം മനസ്സിലാവും. നിന്റെ മുഖത്ത് ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എല്ലാം എഴുതിയിട്ടുണ്ട്.
മാത്രമല്ല ഈ ചായക്കടക്കാരന്റെ മുഖത്ത് വരെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 20 വർഷമായിട്ട് ഇയാൾ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ, അതെ അല്ലയോ ഗുരുജി, ഇവിടെ പലർക്കും ഇക്കാര്യം അറിയില്ല. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ഉണ്ടെന്ന്. മോനെ, എനിക്ക് പിന്നെ ഇതും കൂടി അറിയാം. നിങ്ങളുടെ 20 വർഷത്തെ അനുഭവം കസിട്ടറാമിന്റെ 20 വർഷത്തെ അനുഭവത്തെക്കാൾ വളരെ വലുതാണ്. പൊളിച്ചേട്ടല്ലോ, ഈ സ്വാമിജിക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഓ ചങ്കുകള്, ഇങ്ങനത്തെ ഉടായ്പ സ്വാമിമാരുടെ വാക്കുകളിൽ വീടരുത്. താനൊരു ഡോക്ടർ അല്ലേ, ഒരു സയന്റിസ്റ്റ് അല്ലേ, അതുകൊണ്ടാ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാം തനിക്ക് ഒരു ദിവസം മനസ്സിലാക്കി തരും. അന്ന് നീ പാവസ്വാമിയെ ഓർത്തിരിക്കും. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ സ്വാമിമാരുടെ വാക്കുകളൊന്നും ചെന്ന് വീഴല്ലേ. ഏയ്, നീ മിണ്ടാതിരുന്ന് സമൂസ കഴിച്ച് അടിച്ചു പൊളിക്ക് പോട്ടു. കൊള്ളാലോ, ഇയാൾ എന്നെ കുറിച്ചും സത്യങ്ങൾ തന്നെയാണല്ലോ വിളിച്ചു പറയുന്നത്. സ്വാമിജി അങ്ങ് എന്റെ കൂടെ വന്നാലും എന്നിട്ട് ചായയും സമൂസയും കഴിക്കൂ. ഇല്ല മകനെ, എന്റെ മനസ്സ് പറയുന്നു ഈ നഗരത്തിൽ താമസിക്കുന്നത് അത്ര നല്ലതല്ലെന്ന്, അപകടമാണെന്ന്. വരൂ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, ഇവിടെ എന്ത് അപകടമാണ് നടക്കാൻ പോകുന്നേ? മകനെ, നാളെ ഇവിടെ ആകാശത്ത് നിന്ന് ചെറിയ മീറ്റർ റോഡിന്റെ കല്ല് വന്ന് വീഴുന്നതായിരിക്കും. ഇപ്പൊ മനസ്സിലാക്കിക്കോ, 2 ദിവസത്തിനകം ഫുർഫുരി നഗരത്തിൽ മീറ്റർ റോഡ് വന്ന് വീഴും. പിന്നെ ആരും ബാക്കിയുണ്ടാവില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വലിയൊരു കള്ളം കേട്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ അയാള് പറഞ്ഞതുപോലെ ഉൽക്കയെങ്ങാനും താഴെ വീണാലോ? അങ്ങനെയാണെങ്കിൽ അയാൾ കള്ളസ്വാമിയല്ല, നല്ല സ്വാമി തന്നെയാണ്. നമ്മൾ ഈ ഫുർഫുറി നഗരത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നാളെ രാവിലെ ഇവിടെ കാലിയ പെയിന്ററിന്റെ കട തുടങ്ങുന്നതായിരിക്കും. ഇനി അഥവാ ഇപ്പൊ മീറ്റർ റോഡ് വീണാൽ ഈ ഫുർഫുറി നഗരത്തിലുള്ള ഓരോരോ ആൾക്കാരും ആ കാലിയ പെയിന്ററിന്റെ അടുത്ത് ചെന്ന് അവരുടെ മുഖം കറുപ്പിച്ചിട്ട് 2 ദിവസം കറങ്ങി നടക്കണം. ഇനി അഥവാ ഒരാളെങ്കിലും തങ്ങളുടെ മുഖം കറുപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഫുർഫുറി നഗരം രക്ഷപ്പെടില്ല. തീർച്ചയായും ഗുരുജി, ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് അവരുടെ മുഖത്തൊക്കെ കറുത്ത പെയിന്റ് അടിച്ചു വിടാം. നമ്മുടെ ഗുരുജി വിജയിക്കട്ടെ, നമ്മുടെ ഗുരുജി വിജയിക്കട്ടെ. ഇതാ കഴിച്ചു. അതാ നോക്ക്, കാലിയ പെയിന്ററുടെ കടയും തുറന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്താ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് പറ. ഒരുപക്ഷെ ആ ഗുരുജി പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ച നമുക്ക് എല്ലാവരുടെയും മുഖത്ത് പെയിന്റ് അടിക്കേണ്ടി വരും. ഞാൻ എന്റെ മുഖം കറുപ്പിക്കില്ല. ഞാൻ ഈ കഴുതകൾ പറയുന്നതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. എന്തുകൊണ്ട് മുഖം കറുപ്പിക്കില്ല? പറയൂ. ആ മീറ്റിയോർ ഒന്ന് താഴെ വീണോട്ടെ, അതിനുശേഷം നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പൊളിച്ചെടുത്തല്ലോ, പറഞ്ഞതുപോലെ വീണല്ലോ. കണ്ടോ, ആ ഗുരുജിയുടെ വാക്ക് ഫലിച്ചു. ഇനി രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ കാലിയ പെയിന്ററോട് പറഞ്ഞ് മുഖമൊക്കെ കറുപ്പിക്കാം. എന്റെ അമ്മോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഗുരുജി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ദേ അത് നോക്ക്, കാലിയ പെയിന്ററുടെ കട തുറന്നു. കാലിയ കാലിയ, ഗുരുജിയുടെ നിർബന്ധമാ നിങ്ങളെ കൊണ്ട് എല്ലാവരുടെയും മുഖം കറുപ്പിക്കണമെന്ന്. ആ ലൈന് നിക്ക് ചേട്ടാ, അതും 100 രൂപയുടെ നോട്ടും കൈ പിടിച്ചോണ്ട്. ഈ കാലിയ പെയിന്റർ ഫ്രീ ആയി ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. വളരെ നന്ദിയുണ്ട്. അടുത്തത് അതേ മോട്ടു പത്ലു, ഒന്ന് വേഗം ആവട്ടെ. ഇല്ല, ഞങ്ങള് മുഖത്ത് കരുതേക്കാൻ സമ്മതിക്കില്ല. ദേ നിങ്ങൾ കേട്ടോ, ഇവന്മാര് മുഖം കറുപ്പിക്കില്ലാന്ന്. ഇനി ഇവര് കാരണം ഫുർഫുരി നഗരം രക്ഷപ്പെടാതെ പോകും. ഇവരെ നിർബന്ധിച്ചത് മുഖത്ത് കറുപ്പടിപ്പിക്കണം. ഏയ്, നടക്കാൻ. വാ ഇങ്ങോട്ട്. എന്റെ മോട്ടു നമ്മളെ എത്ര നേരം എന്ന് വെച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഗുരുജിയെയും കാലിയ പെയിന്ററെയും കാണാൻ ഒരുപോലെ തന്നെയാ ഇരിക്കുന്നത്. സൈസും ഒന്നാണ്, ശബ്ദവും ഒന്നാണ്, പക്ഷെ രൂപം മാത്രം വ്യത്യാസമുണ്ട്. കൂടെ നിൽക്കുന്നവര് പോലും ഒരേ സൈസിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് അത് ജോൺ ആണെന്നാ. അതെ, ശരിയാണ് പത്ലു, നീ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ അവന്റെ മുഖത്ത് കരി പുരണ്ടിരുന്നു. ഒരുപക്ഷെ അതിനു വേണ്ടിയായിരിക്കും അവൻ നമ്മളോടൊക്കെ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നത്. പ്രതികാരം ഇപ്പൊ നമ്മളാ ചെയ്യേണ്ടത്. അവൻ നമ്മളെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചതല്ലേ.
ഒരു മിനിറ്റ് ശാന്തമായിരിക്കൂ. ഇന്നലെ രാത്രി ഗുരുജി ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ 5 പേരും മുഖം കറുപ്പിക്കണമെന്ന്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്റെ ചേട്ടാ, ഇന്നലെ സ്വാമിജി എന്റെ സ്വപ്നത്തിലും വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ചെല്ലു, എന്നിട്ട് നിന്റെ മുഖത്ത് കരിവാരി തേക്കൂ. പക്ഷെ അതിനു മുൻപ് കാലിയ പെയിന്ററിന്റെ മുഖം ചുമന്നിരിക്കണമെന്നും പറഞ്ഞു. അതും പെയിന്റോ കളറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ. എങ്കിൽ മാത്രമേ ഫുർഫുറി നഗരത്തിന് ഒരാപത്തും വരാതിരിക്കുള്ളൂ അത്ര. എന്റെ അമ്മോ, പക്ഷെ പെയിന്റ് ഇല്ലാതെ എങ്ങനെ മുഖം ചുമപ്പിക്കാൻ സാധിക്കും? ചിങ്കം സാറേ, നല്ല അടി കൊടുത്തിട്ട് മുഖം നന്നായി ചുവപ്പിക്കാം. എന്റെ പൊന്നു ചേട്ടാ, മുഖം മൊത്തം ചുമന്നു. ഇനി ഞങ്ങളെ ഇടിക്കരുത്, ഇതൊരു അപേക്ഷയാണ്. ഞങ്ങളെ വെറുതെ വിടണം. ചേട്ടാ, ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, ശകലം ചുമപ്പ് പോലെ നല്ലപോലെ ചുമക്കണമെന്ന്. ഇത് ശരിക്കും ചുമന്നിട്ടില്ലല്ലോ. എനിക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായെന്ന്. സോറി സോറി. എന്റെ ജോണെ, അങ്ങനെ എല്ലാവരെയും കൊണ്ട് നിന്റെ മുഖം ചുമന്നല്ലോടോ. അത് ശരി, അപ്പൊ ഇത് ജോണായിരുന്നല്ലേ? നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു. അവർക്ക് കൊടുത്തതൊന്നും ഇനി പോരാ. വായോ. രക്ഷിക്കണോ, പോലീസ് പോലീസ് പോലീസ്. ആരെങ്കിലും പോലീസിനെ വിളിക്കൂ. സാറേ.